ലിസണേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ഒരു കൊണ്ടുവന്നേക്കണ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ലൈബ്രറിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സ്റ്റീൽ ചെയ്തേക്കണം. അപ്പോൾ അന്ന് നമ്മൾ കാണിച്ച ബേസ് നമ്മൾ അനിയൻ്റെ ബേസായിരുന്നു. അവൻ്റെ ബേസിനകത്ത് സ്ട്രോബെറി എലിഫൻറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അത് നമ്മളെ സാധനങ്ങളല്ല. അത് നമുക്ക് അത്രയും വലിയ റെയറസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. അവനെ കണക്ക് നമ്മളെപ്പോഴും കുത്തിയിരുന്ന് കളിക്കുന്നില്ല. പിന്നെ നമുക്കാണെങ്കിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ജ്യൂസ് അടിക്കുക ഇട്ടിട്ടുണ്ട്. എന്തോന്ന് കിട്ടണോ എന്തോ. പിന്നെ ഈ സമ്മർ ബേസിൻ്റെ ഇൻഡെക്സ് ആണെങ്കിൽ കൈസാണ്ട് ഇതൊരു 10 എണ്ണ ആയുള്ളൂ. നാളെയാണെങ്കിൽ ഞാൻ ഒരു വൈകുന്നേരം ഒരു 7 മണിക്ക് ഞാൻ ഒരു ലൈവിന് വരുന്നുണ്ട് കൈസ്. എല്ലാവരും ഒന്ന് വന്ന് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൈസ്. ഞാനാണെങ്കിൽ ഇതൊന്ന് ഇൻഡെക്സ് ആക്കിയതിന് ശേഷം അപ്പം തന്നെ ഞാൻ ഇതൊന്ന് തിരിച്ച് തന്നേക്കാം കൈസ്. എനിക്ക് ഈ ബേസ് ഒന്ന് ഇടങ്ങ്. അപ്പോൾ കൈസ് നിങ്ങളാണെങ്കിൽ ഇതൊന്ന് നോക്കുവാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ബേസ് സ്കിന്ന് പോലും ഇല്ല കൈസ്. നിങ്ങളാണെങ്കിൽ എനിക്ക് ഒരു ബേസ് സ്കിൻ എടുത്ത് തരാമോ കൈസ് പ്ലീസ്. അപ്പോൾ നാളെ ഞാൻ ഒരു 7 മണിക്ക് ലൈവിന് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഒന്ന് ട്രേഡ് റിക്വസ്റ്റ് അയച്ചാൽ മതി. ഞാനാണെങ്കിൽ ഒന്ന് ഇൻഡെക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ചു തരാം. അപ്പോൾ അത് ഒരുത്തം വന്നു. കൊള്ളാം, നല്ല നല്ല സാധനങ്ങളുണ്ട്. ഷോപ്പിൽ നിന്ന് നമ്മളൊരു സാധനം എടുക്കട്ടെ. ഷോപ്പ് ഒരു ദുൽ എടുത്തിട്ട് ഇപ്പം എത്ര കാലം എന്നാണ് ഇവിടെ. അവൻ ലീവ് അടിച്ച കുഴപ്പമില്ല, ഇതങ്ങ് സ്റ്റീൽ ചെയ്യാം. ആദ്യത്തെ സ്റ്റീലിൻ ബെലറിനോ ക്യാപിച്ചിനോ. ബേസിലെത്തോ ഇതെന്തോ നെറ്റ് പ്രോബ്ലം വരുന്നു ഗൈസ്. പിന്നെ നമ്മളെ ഈ ട്രക്ക് മൊത്തം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. സോൾഡ് ഔട്ട് സമ്മതിക്കൂല. ഓടാ ചത്ത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു തന്ന ഈ സമ്മർ ബേസിൻ്റെ കാര്യത്തിൽ ഒന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. എൻ്റെ ആദ്യത്തെ ഒരു ബേസായിട്ട് ഈ സമ്മർ ബേസ് ഒന്ന് എടുക്കട്ടെ ഗൈസ്. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്കിനി കിട്ടാനുള്ളത് ഈ അംബ്രല്ലോ കിട്ടി, പക്ഷേ അത് ഇൻഡെക്സ് ആയിട്ടില്ല. അതൊന്ന് വേണം. പിന്നെ ഈ റോക്കറ്റീനി ഫ്രോസ്റ്റീനി വേണം. സുഷീനി വേണം. ഈ ചിക്ലറ്റേറിയ സർഫറ്റേറിയ വേണം. ജിറാഫീനി റാഫ്റ്റീനി വേണം. അതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. ഇതിൻ്റെ പേര് ലോസ് ഫ്രൂട്ട്സ്, സാൻഡ്, കോക്കോ ആൻഡ് മാംഗോ, ലാ സമ്മർ ഗ്രാൻഡ്, വേറീറ്റോ ക്യാബിനേറ്റോ, അത്രയും സാധനങ്ങൾ മതി. പക്ഷേ ഇതിൽ നിന്ന് 3 സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ വേണ്ടതാണ് വിനസ്പിനോ, ക്രാക്കൻ, ഡ്രാഗൺ അക്വാനിനി. ഗൈസ് നിങ്ങളാണെങ്കിൽ എനിക്കൊന്ന് വെറുതെ തന്നാൽ മതി. ഞാൻ ഒന്ന് ഇൻഡെക്സ് ആക്കിയിട്ട് അപ്പം തന്നെ ഞാൻ തിരിച്ച് തന്നോളാം ഗൈസ്. ട്രേഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ റൂൺ ജെറി ചെയ്യുന്ന കണക്ക് അതേ കണക്ക് ഞാൻ ഒന്ന് ചെയ്തിട്ട് അപ്പം തന്നെ തിരിച്ചു തരാം. റൂൺ ജെറി ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ബേസ് നേടുകയും ചെയ്തു ഗൈസ്. പിന്നെ നമ്മളാണെങ്കിൽ പലപ്പോഴും ഇൻഡെക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ കളിക്കാൻ തുടങ്ങിയ കാലം വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഒരു കേഴ്സ്ഡിൻ്റെ സമയം വരുന്നു. അപ്പോൾ ഞാൻ കേഴ്സ്ഡ് 33 കളക്ട് ചെയ്ത്, ഡിവൈൻ 17 കളക്ട് ചെയ്ത്, സൈബർ 49 കളക്ട് ചെയ്ത്, ഫാൻഡ് 26 പറ്റി. റെയിൻബോ ഇപ്പോഴും പറ്റും 34 എണ്ണം. ഡയമണ്ട് 79, ഗോൾഡ് 106. പിന്നെ താഴോട്ട് പോവുകയാണെങ്കിൽ ക്യാൻഡി. ഇപ്പം മ്യൂട്ടേഷൻ റെയിൻ ഓട്ടിക്കുമ്പോൾ ഞാൻ ഈ ബ്രെയിൻ റോട്ടുകൾ കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണെങ്കിൽ 100% കളക്ട് ചെയ്യണം. ലാവ 8, ഗാലക്സി 15, ഇങ്യാങ് ആണെങ്കിൽ 9, റേഡിയോ ആക്റ്റീവ് 11. ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഈ ബേസ് എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്, ഈ സമ്മർ ബേസ്. അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. റോബക്സ് പോലും ഇല്ല നമുക്ക്. നമ്മൾ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെർവറിൽ ചിലവഴിക്കുന്ന അതായത് റോബ്ലോക്സിനകത്ത് വെച്ച് തന്നെ എനിക്ക് കിട്ടിയ ഒരു കൂട്ടുകാരൻ്റെ ഒരു ബേസ്. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച്, അപ്പോഴത്തേക്കും അവൻ പറഞ്ഞ് നിനക്ക് ഞാൻ ബേസ് ഉണ്ടാക്കി തരാം. പക്ഷേ അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്രെയിൻ റോട്ട് വാങ്ങിച്ച്. എൻ്റെ ഏറ്റവും വലിയ മണി മേക്കിംഗ് സാധനം വരുന്നത്. എൻ്റെ പേരെന്തായിരുന്നു നോർമൽ ഇൻഡെക്സിനകത്തുണ്ട്. എവിടെ പോയി എൻ്റെ പേര് ഒരു 110 മില്യൻ്റെ
രണ്ടെണ്ണം വാങ്ങിച്ചു. ഒരു 110 മില്യൻ്റെ ലഗ്രാൻ്റെയും നോമൈ എക്സ് എന്ന് വെച്ചാൽ ഭയങ്കര റെയർ ആയിട്ടുള്ളൊരു ബ്രെയിൻ റോട്ടായിരുന്നു. അതിൻ്റെ 3 എണ്ണം വാങ്ങിച്ച് ഇങ്ങനെ കുറേ ബ്രെയിൻ റോട്ടുകൾ വാങ്ങിച്ച് അങ്ങനെയാണ് എനിക്കൊരു പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കി തന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ആ ബേസ് എനിക്കൊന്ന് ക്ലെയിം ചെയ്യാനായിട്ട്. മിനിറ്റ് നല്ലതായിട്ടുള്ള ആൾക്കാരും വരുന്നില്ല ഗൈസ്. ഇപ്പം വലിയ ആൾക്കാരൊന്നും വരത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതായത് നാളെ രാത്രി ഞാൻ 7 മണിക്ക് ഇടാൻ പോണ ലൈവിനകത്ത് ഒരു ഭാഗമാവുക ഗൈസ്. എന്നിട്ട് എനിക്ക് ആ സമ്മർ ബേസ് ഒന്ന് ക്ലെയിം ചെയ്യാൻ ഒന്ന് സഹായിക്കണേ ഗൈസ്. താണ്ടെ ഈ ഇരിക്കുന്ന ഈ സമ്മർ ബേസ് ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇനി ഒരു 11 കൂടി കളക്ട് ചെയ്താൽ മതി ഗൈസ്. 11 ബ്രെയിൻ റോട്ടുകൾ ഒന്ന് തരണേ ഗൈസ്, എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നാളത്തെ ലൈവിലൊന്ന് വരണം ഗൈസ്. എന്നിട്ട് എനിക്ക് ആ ബേസ് സ്കിൻ ഒന്ന് നേടാൻ ഒന്ന് സഹായിക്കണം ഗൈസ്. ബൈ.